നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെ പിടിവിടാതെ കൊറോണ. ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളിലും ദിനംപ്രതി കൂടുതൽ കൊറോണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഖത്തറിൽ തന്നെ പുതുതായി 643 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിച്ചവർ 12,564 ഉയർന്നു. വിവിധ മേഖലകളിലായി ജോലിയെടുക്കുന്ന പ്രവാസികളാണ് പുതിയ രോഗികളിൽ കൂടുതലുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം തന്നെ രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നത് ആശ്വാസകരമാണ്. 109 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം മാത്രം രോഗം ഭേദമായത്. എന്നാൽ തന്നെയും മൊത്തം രോഗമുക്തി നേടിയവർ 1244 ഉയർന്നു. 2808 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ രോഗം പരിശോധന നടത്തിയത്. ചികിത്സയിലുള്ള എല്ലാവർക്കും ഏറ്റവും മികച്ച പരിചരണം ലഭ്യമാക്കുന്നുണ്ടെന്നും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ ഇന്ന് 300 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടൊപ്പം 213 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 3740 രോഗം ഭേദമായവരുടെ എണ്ണം 1679 വർദ്ധിക്കുകയും ചെയ്തു. അതിനിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ഫിലിപ്പീൻസ് പൗരൻ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 24 ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 294 പേർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കം വഴിയാണ് വൈറസ് പകർന്നത് തന്നെ. രാജ്യത്തെ കോവിഡ് ബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം 1769 ഉയർന്നു. നിലവിൽ 2327 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 66 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കഴിയുന്നത്. 38 പേരുടെ നില ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ ഇന്ന് 143 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 101 പേർ വിദേശികളും 42 പേർ ഒമാൻ സ്വദേശികളുമാണ്. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 2274 ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ ഇതുവരെ 1909 വിദേശ തൊഴിലാളികൾക്ക് COVID-19 രോഗം സ്ഥിരീകരിച്ചതായി നാഷണൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഔസാമ അൽ അബസി പറഞ്ഞു. അതിൽ 95.5% പേരും തൊഴിലുടമയുടെ കീഴിൽ നിയമപരമായി ജോലി ചെയ്യുന്നവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 1.75% പേർ ഫ്ലെക്സി വിസയിൽ ജോലി ചെയ്യുന്നവരും 1.6% പേർ സന്ദർശക വിസയിലുള്ളവരും ബാക്കിയുള്ളവർ വീട്ടുജോലിക്കാരുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ COVID-19 ബാധിച്ച് ഇതുവരെ 5 മലയാളികളടക്കം 17 ഇന്ത്യക്കാർ മരിച്ചതായി സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നേരത്തെ റിയാദിലും മദീനയിലുമായി 2 മലയാളികളുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഒരാഴ്ചക്കിടെ 3 മലയാളികൾ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുമുണ്ട്. കേരളം 5, മഹാരാഷ്ട്ര 5, ഉത്തർപ്രദേശ് 3, ബീഹാർ 2, തെലങ്കാന 2 എന്നിങ്ങനെയാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച ഇന്ത്യയിലെ വിവിധ സംസ്ഥാനക്കാരുടെ കണക്കുകൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.